ഞാൻ ജനിക്കുന്നതിന്റെ മുൻപ് തൊട്ട് പൊന്നാനി നിങ്ങളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചുറ്റുവട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ള വികസനം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? തൊട്ടടുത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് കാലങ്ങളായി നിങ്ങൾ ഇരുന്നിട്ടും എത്ര ട്രെയിനാണ് നമ്മുടെ തിരൂരിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അതിനുള്ള മറുപടി കൂടി പ്രിയ സുഹൃത്തുക്കളാണ്. ഇന്ന് കാണുന്ന ഈ തിരൂരും ഈ പൊന്നാനിയും ഇങ്ങനെ ആയതിനു പിന്നിൽ ഇവിടുത്തെ UDF ജനപ്രതിനിധികളാണ്. ഞങ്ങൾക്ക് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഇതാ 26 കോടി രൂപയുടെ പദ്ധതികൾ റെയിൽവേ മേഖലയിൽ നടപ്പിലാക്കുന്നത് ഈ പാർലമെന്റ് MP-യുടെ കൂടി ശുപാർശയോട് കൂടി ഈ നാട്ടിലാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇവിടുത്തെ പ്രാദേശിക വികസന ഫണ്ടുകൾ, അതുപോലെ തന്നെ ഇവിടെ സെൻട്രൽ റോഡ് ഫണ്ട് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ട്രെയിനിന്റെ സ്റ്റോപ്പിനെ കുറിച്ച് പറഞ്ഞു. ET മുഹമ്മദ് ബഷീറിന്റെ ഇടപെടലോട് കൂടി ട്രെയിൻ ഇവിടെ അനുവദിച്ച സ്റ്റോപ്പുകൾ പരപ്പനങ്ങാടിയിൽ യശ്വന്ത്പൂർ എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചത് ET മുഹമ്മദ് ബഷീറിന്റെ ഇടപെടൽ കൊണ്ടാണ്. ഇവിടെ തിരൂരിലെ ഇവിടെയുണ്ട്, ഈ തിരൂരുണ്ട്, ജാംനഗർ എക്സ്പ്രസിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്, തിരുനവായ മെമു എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉണ്ട്. ഈ BJP-ക്കാരുടെ ഇടയിൽ നിന്ന് വേണം ഇതൊക്കെ ഇവിടെ നേടിയെടുക്കാൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ അഹമ്മദ് സാഹിബ് പൊന്നാനി ലോക്സഭയിൽ നിന്ന് വിജയിച്ചിട്ട് UPA സർക്കാർ റെയിൽവേ മന്ത്രിയായിരുന്നു. അന്നില്ലാത്ത വികസനം ഇപ്പൊ നടക്കുമ്പോ അത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞ എന്തർത്ഥത്തിലാണ് സുഹൃത്തെ?